ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ദി, മാരിഗോൾഡ്. നമുക്ക് ഓണ സമയത്തോട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ പൂക്കൾ എടുത്തിട്ട് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് വിത്ത് കറക്റ്റായിട്ട് പാകുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ വിത്തുണ്ട് കേട്ടോ, മാരിഗോൾഡിന്റെ ഓറഞ്ച് കളറും മഞ്ഞ കളറുമായിട്ടുള്ള വിത്ത് നമ്മളുടെ ഉണ്ട്. ഹൈബ്രിഡ് വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് വിത്ത് വേണ്ട ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇതുപോലെ ഒരു പാക്കറ്റിൽ. ഇതെല്ലാം തന്നെ ഇപ്പൊ ഈ പാക്കറ്റിൽ എത്ര വിത്തുണ്ടോ അത് ഫുള്ള് കിളുക്കുന്നതാണ്. അപ്പൊ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പാകുന്നത്? രണ്ട് രീതിയിൽ പാകും. ആ രണ്ട് രീതിയും ഇന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പഴയ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇപ്പൊ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തതും ചാണകപ്പൊടിയും അല്പം മണ്ണും കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും കൂടെ തുല്യ അനുപാതത്തിൽ എടുത്ത് നമുക്ക് വിത്ത് പാകാവേ. അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഈ ട്രേയിലോട്ട് നിറച്ചു കൊടുക്കാം. അതിനു മുമ്പ് നമ്മളിത് ചെയ്യുന്ന ഒരു സമയമുണ്ട്. എന്ന് പാകി എന്ന് നമുക്ക് ഇതിൽ നിന്ന് പൂക്കൾ എടുക്കാം. ആ ഓണത്തിനോട്ട് പൂക്കൾ എടുത്തെങ്കിൽ മാത്രമല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പൂക്കൾ കിട്ടിയിട്ട് നമുക്ക് പ്രയോജനം വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് മെയ് 9 ഈ മെയ് 9 ഞാൻ ഈ വിത്ത് പാകുന്നത്. ഏകദേശം 10-നും 15-നും മെയ് 10-നും 15-നും ഉള്ളിൽ വിത്ത് പാകിയിട്ട് ജൂൺ 10 കൂടിയിട്ട് 10-15 ഏകദേശം 20-25 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് 4-5 ഇല പരുവാകുന്ന തൈ നമ്മൾ പറിച്ച് നടണം. എങ്കിൽ മാത്രമേ അത്തം സമയത്തോട്ട് നമുക്ക് ഇതിൽ പൂക്കളായി തുടങ്ങത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഓണ സമയത്തോട്ട് ഇതിൽ നിന്ന് പൂക്കൾ ഇറുക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മൾ വിത്ത് പാകേണ്ടത്. ഓണത്തിനൊക്കെ പൂക്കൾ എടുക്കാനായിട്ട് വിത്ത് പാകേണ്ടത്. ഈ പ്രാവശ്യം ഓഗസ്റ്റ് 26 ഓണം. അതിന്റെ കാൽക്കുലേഷനിലാണ് ഞാനിപ്പോ വിത്ത് പാകുന്ന കാര്യം പറഞ്ഞത്. ഓരോ പ്രാവശ്യം സെപ്റ്റംബറിലൊക്കെ ഓണം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ വിത്ത് പാകി വേണം ചെയ്യാനായിട്ട്. ട്രെയിൽ നിറച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഞാൻ ഇവിടെ ഒരു 15 വീതമാണ് ഇടുന്നത്. 15 ഓറഞ്ച് കളറും 15 യെല്ലോ കളറുമാണ് ഇപ്പൊ വിത്ത് പാകുന്നത്. ഒത്തിരിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത്രയും മാത്രമേ ഞാൻ നിറയ്ക്കുന്നുള്ളേ. ഞാൻ ഇതിനകത്തെല്ലാം ദേടെ 3/4 ഭാഗത്തോളം പ്രസ് ചെയ്ത് നമ്മുടെ പോട്ടി മിക്സ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് രീതിയിൽ വിത്ത് പാകാന്ന് പറഞ്ഞ്. ഇതിൽ ഓറഞ്ച് കളറിലേത് തന്നെ ഞാൻ ഒരു ട്രെയിൽ മൊത്തം, മഞ്ഞ കളറിലേത് അടുത്ത ട്രെയിൽ, അങ്ങനെ പാകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്നത് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഹൈബ്രിഡ് വിത്താണ്. ഓരോ വിത്തും കിളുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത് കണ്ടു, ഇതിന് ഒരു വൈറ്റ് കളർ സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മുള വരുന്നത്. അതുകൊണ്ട് ഇത് മുകളിൽ വരുന്ന രീതിയിൽ നമുക്കിതിൻ്റെ ഇങ്ങനെ കുത്തി നിർത്താം. ഒത്തിരി അങ്ങ് കുത്തി നിർത്തണ്ട. അതിൻ്റെ ജസ്റ്റ് വെള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെ വെള്ളഭാഗം മുകളിൽ വരുന്ന പോലെ നമുക്ക് ഇങ്ങനെ നടാം. വെള്ള ഭാഗം മുകളിൽ വരുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ കുത്തി നിർത്താവേ. അടുത്ത രീതി യെല്ലോ കളറിലെ ചെയ്യുമ്പോഴത്തേന് അടുത്തത് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ യെല്ലോ കളറാണ് പാകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വിത്ത് പാകാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ 3/4 ഭാഗത്തോളം ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചിരിക്കണം. ഇത്ര ഇതിൽ മൊത്തം ഞാൻ അങ്ങനെയാണ് ഇടുന്നത്, കുത്തി നിർത്തുന്നില്ല. ആദ്യത്തേതിൽ നമ്മൾ ആ മുള വരുന്ന ഭാഗം നോക്കി മുകളിലോട്ട് കുത്തനെ നിർത്തി. രണ്ടാമത്തേത് നമ്മളിങ്ങനെ അങ്ങ് കിടത്തി അങ്ങ് ഇടുക. അതിൻ്റെ ഇങ്ങനെ നേരെ അങ്ങിട്ട് ഒന്ന് നമ്മളിങ്ങനെ കുത്തനെ നിർത്തി ഒന്നിങ്ങനെ കിടത്തിയിട്ടു. ഇതിൻ്റെ ആദ്യത്തേത് പറഞ്ഞു, ആദ്യം ഇതിനെ പ്രസ് ചെയ്ത് നല്ല രീതിയിൽ അമക്കി വെച്ചിട്ടാണ് ഇതിലെ വിത്ത് നമ്മൾ ഇട്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ വളരെ ലൂസായിട്ട് ഇങ്ങനെ പോട്ടി മിക്സ് നമ്മൾ വിതറി കൊടുക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കല്ലും കട്ടയൊന്നും ഇതിൻ്റെ മുകളിൽ വന്ന് കിടക്കരുത് കേട്ടോ. മുകളിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ ഇങ്ങനെ വിതറുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിൽ കല്ല് ഒന്നും വരാൻ പാടില്ല കേട്ടോ. ലൈറ്റായിട്ട് ലൂസായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇതിലിനി അമക്കി കൊടുക്കുകയില്ല.
അപ്പൊ നമ്മൾ വിത്ത് പാകിയതിന് ശേഷം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനാണ്. ഇത് ഇപ്പൊ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാകാവുള്ളൂ. വെള്ളം കുത്തി ഒഴിക്കരുത്. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകും. അതുപോലെ കുത്തി ഒഴിച്ചാൽ വിത്തിന് ഇളക്കം വരികയും ചെയ്യും. അപ്പം കറക്റ്റായിട്ട് വേര് പിടിക്കുകയില്ല. അതുകൊണ്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രെയർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ അടപ്പിൽ സേഫ്റ്റി പിൻ കൊണ്ട് കുറേ ഹോളുകൾ ഇട്ടതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളം ഈർപ്പം നിലനിൽക്കണം, എന്നാൽ വെള്ളം ഓവറായി പോകരുത്. അപ്പൊ ഞാൻ ഇതിനെ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി കിഴക്ക് വശത്താണ് ഞാൻ ഇത് വെക്കുന്നത്. അന്നേരം വെയിലിന്റെ ഒരു ചെറിയ ആയിപ്പം കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവറായിട്ട് വെയിലടിക്കുന്നതും അതുപോലെ മഴ കൊള്ളുന്നതുമായ സ്ഥലങ്ങളിൽ വെക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തൈ വളർന്ന ഒരു 3-4 ഇല പരുവമാകുമ്പോഴത്തേനും നമുക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പൊ നിങ്ങളും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാ തരം പച്ചക്കറി വിത്തുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഇപ്പം ഇത് ഓറഞ്ച് കളറിലെയും യെല്ലോ കളറിലെയും മാരിഗോൾഡിന്റെ വിത്തും നമ്മുടെ കയ്യിലുണ്ട്. നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കാം. വിത്തുകൾ വേണ്ടുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യണം. വിളിച്ചാൽ കിട്ടത്തില്ല, ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് എനിക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോളുകൾ എടുക്കുന്നേ ഇല്ല. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഒരെണ്ണം പോലും ഞാൻ മിസ്സാക്കത്തുമില്ല. അപ്പൊ നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.